എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 3 ശ്ലോകം 34, 35, 36 മൂന്ന് ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 3 ശ്ലോകങ്ങളോട് കൂടിയിട്ട് മൂന്നാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവത കകുൽനിയ മഹാരാജാവിനോട് പറയണു, ബലഭദ്രസ്വാമിക്ക് ആ ബലവാനായ വിഷ്ണുവിന്റെ അംശമായ ആ ബലദേവൻ എന്ന നാമധേയത്തോടു കൂടിയ ബലഭദ്രസ്വാമിക്ക് മകളെ വിവാഹം ചെയ്തു കൊടുത്തോളൂ. അദ്ദേഹം അനുരൂപനായ വരനാണ് മകൾക്ക് എന്ന് പറഞ്ഞു മഹാരാജാവ് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. ശുക്ലാം വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കഥാമയും ഭാഗവതാഭിധാനം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത ഗുരുദേശ. ഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 34. ഭുവോ ഭാരാവതാരായ ഭഗവാൻ ഭൂതഭാവന അവതീർണോ നിജാംശേന പുണ്യശ്രവണ കീർത്തന. ഭുവ ഭൂവിന്റെ ഭാരാവതാരായ ഭാരത്തെ തീർപ്പാനായിക്കൊണ്ട് ഭൂതഭാവന ഭഗവാൻ ഭൂതങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ശ്രീ ഭഗവാൻ നിജാംശേന തന്റെ അംശത്തോടുകൂടി അവതരിച്ചിരിക്കുന്നു. ശ്രവണ കീർത്തനങ്ങളാൽ പുണ്യത്തെ വർദ്ധിപ്പിക്കുന്ന മംഗളകരങ്ങളായ നാമങ്ങളോടുകൂടിയും ദുഷ്ടശിക്ഷണം ശിഷ്ട സംരക്ഷണം എന്ന പ്രവൃത്തികളിൽ സകല പ്രാണികൾക്കും സുഖത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നവനുമായ ശ്രീ ഭഗവാൻ ഭൂമിക്ക് ഭാരഭൂതരായി ജനിച്ചിരിക്കുന്ന ദുർജനങ്ങളെ സംഹരിച്ച് ധർമ്മം സ്ഥാപിക്കാനായിക്കൊണ്ടാണ് ആ ബലഭദ്രസ്വാമിയുടെ അവതാരം. അങ്ങനെ തന്റെ അംശത്തോടുകൂടി ഇപ്പോൾ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു ബലഭദ്രസ്വാമി. ആ ഭഗവത് അംശഭൂതനായ ആ ബലരാമന് അങ്ങയുടെ പുത്രിയെ നൽകിക്കോളും എന്ന് ഉപദേശിച്ചു ബ്രഹ്മാവ്. നിത്യാദിഷ്ടോ അഭിവന്ദ്യാജം നൃപ സ്വപുരമാഗത ത്യക്തം പുണ്യജനത്രാസാദ് ഭ്രാതൃവിർദിക്ഷു അവസ്ഥിതൈഃ. ഇത്യാദിഷ്ട നൃപ, ഇപ്രകാരം ആദേശിക്കപ്പെട്ട രാജാവ് അജം അഭിവന്ദ്യ, അജനെ അഭിവന്ദിച്ചിട്ട്, അതായത് അജം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ വന്ദിച്ചിട്ട് പുണ്യജനത്രാസാൽ അസുരഭയം ഹേതുവായിട്ട് ദിക്കുകളിൽ അവസ്ഥിതൈഹി ഭ്രാതൃഭി അവസ്ഥിതി ചെയ്യുന്ന ഭ്രാതാക്കളാൽ ത്യക്തം സ്വപുരം ഉപേക്ഷിക്കപ്പെട്ട സ്വപുരത്തെ ആഗതനായി. അങ്ങനെ ബ്രഹ്മാവിന്റെ ആജ്ഞ കേട്ട ഉടനെ ബ്രഹ്മദേവനെ നമസ്കരിച്ച് രാജാവ് സ്വപുരത്തിലേക്ക് തിരിച്ചു വന്നു ഭൂമിയിൽ. അവിടെ ചെന്നപ്പോ എന്താ, തന്റെ ഭ്രാതാക്കന്മാരാരുമില്ല. അവരെല്ലാം ഭൂമിയിൽ ഇങ്ങനെ അസുരന്മാര് ജനിച്ചിരിക്കല്ലേ. അങ്ങനെ ഭൂമിയിൽ ജനിച്ച അസുരാംശഭൂതന്മാരായ രാജാക്കന്മാരെയൊക്കെ ഭയപ്പെട്ടിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോയി വേറെ പല 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 സ്ഥലങ്ങളിലായിട്ട് വസിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭ്രാതാക്കന്മാര്. സുതാം ദത്വാനവദ്യാംഗിം ബലായ ബലശാലിനെ ബദര്യാഖ്യം ഗതോ രാജ്യ തപ്പുതും നാരായണാശ്രമം. അനവദ്യാംഗിം സുതാം, സുന്ദരിയായ സുതയെ, ബലശാലിനെ ബലശാലിയായ ബലനായിക്കൊണ്ട് ദത്വ ദാനം ചെയ്തിട്ട് രാജാവ് തപ്പുതും തപസ്സിനായിക്കൊണ്ട് ബദര്യാഖ്യം നാരായണാശ്രമം,
ബദരി എന്നു പേരായ നാരായണാശ്രമത്തെ ഗത പ്രാപിച്ചു. അങ്ങനെ സർവാംഗസുന്ദരിയായ ആ പുത്രിയെ, രേവതിയെ, ബലശാലിയായ ബലദേവന് നൽകിയ ശേഷം മഹാരാജാവ് തപസ് ചെയ്യാനായിക്കൊണ്ട് ബദര്യാശ്രമം എന്ന സുപ്രസിദ്ധമായ നാരായണാശ്രമത്തിലേക്ക് പോയി. അവിടെ ഇരുന്ന് തപസ് ചെയ്ത് അദ്ദേഹം മുക്തനായി എന്ന് പറയുന്നു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ശര്യാദിവംശനിരൂപണം നാമ തൃതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ മൂന്നാമത്തെ അധ്യായം ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.